ഒരു ബൗളിനകത്തേക്ക് 3-4 എഗ്ഗിനെ നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഓവറായിട്ട് കുക്കായി പോവാതെ ഇതിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. അല്ലാത്ത രീതിയിൽ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ വേണ്ടിയിട്ട് ഏകദേശം ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തും കൂടെ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്ത് ഇത് രണ്ട് സൈഡും ഒരേപോലെ ചെറുതായിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കളറൊന്നും മാറാതെ തന്നെ നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും കുക്കായതിനു ശേഷം നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. സെയിം പാനിനകത്തേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോളയും അതേപോലെ ഒരു അര ക്യാപ്സിക്കം കൂടെയാണ് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.